KGF 2 എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹിറ്റ് മൂവി അല്ലേ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് അല്ലേ, അത് ഒരു വൻ സംഭവമായി ഇപ്പോൾ KGF ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നാണ്. അതിലേക്ക് മൊഴിമാറ്റിയപ്പോഴാണ് ആ പാട്ട് പാടുന്നത് അല്ലേ, അതിൻ്റെ ഭാഗമാകും. അതും ഈ പറഞ്ഞ കണക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ ആ വിപിൻ്റെ ശബ്ദവും ഈ ഒരു സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ഒരു റഫ് സിംഗിങ് ശരിക്കും. അതെ വിഷ്വലും എല്ലാം. അതിന് മുമ്പ് സാറേ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ല നമ്മളിങ്ങനെ 25 വർഷമായിട്ട് ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ അപ്പോഴാണ് കോവിഡ് വന്നത്. ഈ 25 വർഷമായി എന്ന് പറയുമ്പോഴേ എത്ര വയസ്സിൽ തുടങ്ങിയത് വളരെ ചെറിയ പയ്യൻസാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു 25 വർഷമായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ല പ്രായം പറയണ്ട കേട്ടോ, കുഴപ്പമില്ല. പാടാൻ തുടങ്ങി. അതെ, മ്യൂസിക് ഫാമിലി ആയതുകൊണ്ട്. പിന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ട്രൂപ്പുകൾ, പിന്നെ അങ്ങനെ എറണാകുളത്തെ എല്ലാ ട്രൂപ്പുകളും കേരളത്തില. പിന്നെ 2004 ഫിലിം ആദ്യമായിട്ട് പാടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭയങ്കര ലൈഫ് സ്മൂത്ത് ആയിട്ട് വരുമ്പോഴാണ് എല്ലാവരും വില്ലനായിട്ട് കോവിഡ് വരുന്നത് അല്ലേ. കോവിഡ് കാലം എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, അവിടെ വരുന്ന കലാകാരന്മാരെല്ലാവരും പെട്ടെന്ന് നിലയ്ക്കുകയല്ലേ. കാരണം നമ്മള് ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഫുൾ ഫിനിഷിംഗ് ടൈമിലാണ് ഈ സംഭവം വരുന്നത്. വീട് എവിടെ വെച്ചേ? വീട് എന്റെ മുണ്ടമ്പലി തന്നെ. അപ്പൊ അതിന്റെയൊക്കെ ഫുൾ അറിയാലോ ബാധ്യതകളും കാര്യങ്ങളും. അപ്പൊ ഒരു വർഷമൊക്കെ ആദ്യം കുഴപ്പമില്ല, കുറച്ച് പൈസ ഒക്കെ ഉണ്ടായതുകൊണ്ട് തള്ളിരിക്കി. പിന്നെ അങ്ങോട്ട് പണി കിട്ടി. അപ്പൊ പിന്നെ ഓർത്തു നമ്മള് ഇത് ഫീൽഡൊക്കെ വിട്ടിട്ട് ഞാൻ ഓൾറെഡി പാസ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തു 2 സുഹൃത്തുക്കൾക്കൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ. അല്ലാണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. എനിക്കൊരു കച്ചവട സ്ഥാപനമുണ്ട്, ഫുൾ അങ്ങോട്ടൊക്കെ ആയി. എന്താ അവിടെ കച്ചവടം ചെയ്യുന്നത്? പലചരക്ക് കച്ചവടം. വീട്ടിൽ 2 അപ്പുറത്തിപ്പുറത്തും. അപ്പോഴേക്കും ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അങ്ങനെ അതിൻ്റെ ഫലമായിട്ടായിരിക്കും എനിക്കൊരു കോൾ വന്നത്. എന്തായാലും ഞാൻ ഓൾറെഡി എല്ലാം പാസ്പോർട്ടൊക്കെ കൊടുത്തു. ഇനി ഇവിടുന്ന് ശരിയാവില്ല, പണി പാളുമെന്നുള്ള സീനിൽ. അപ്പോഴേക്കും നമ്മുടെ അൻവർ സാദത്ത് എന്ന് പറഞ്ഞ പുള്ളിയാണ് എന്നെ വിളിക്കുന്നത്. MLA അല്ല അൻവർ സാദത്ത് സിംഗർ. സോറി, ഞാൻ പെട്ടെന്ന് ഈ പാസ്പോർട്ടൊക്കെ കൊടുത്തു മറ്റു ജോലി എന്നൊക്കെ പറഞ്ഞപ്പോൾ അൻവർ സാദത്ത് രക്ഷകനായിട്ട് വന്നു എന്ന് വിചാരിച്ചു. അല്ല, ഇതിനിടെ ചോദിക്കാൻ പറ്റുമോ എന്നറിയില്ല, KGF 2 പാടുന്നത്. അപ്പോൾ 1 തിയേറ്ററിൽ പോയി എന്തായാലും കണ്ടിട്ടുണ്ടാവില്ലേ, ഫാസ്റ്റ് നമ്പർ ഇഷ്ടപ്പെടുന്ന ആളാവുമ്പോൾ. ഞാൻ ഈ KGF എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി വേറൊരു പടം പേട്ട എന്ന് പറഞ്ഞ പടം കാണാൻ വേണ്ടി അപ്പൊ തുടങ്ങിയപ്പോൾ വേറെ ലാംഗ്വേജ് ഒക്കെ എഴുതി കാണിക്കാൻ, തെലുങ്കൊക്കെ. അപ്പൊ പടം ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഭയങ്കര പവർഫുൾ വോയിസ്. അപ്പൊ നമ്മളൊക്കെ പാടാൻ ആഗ്രഹിക്കുന്ന പോലത്തെ സ്റ്റൈലാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇതൊക്കെ ആരെ പിടിച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ പെട്ടെന്നൊരു സുധാംശു എന്ന് പറഞ്ഞൊരു പേര് കണ്ടു. അപ്പൊ ആകെ ഒരു പേര് കണ്ട അത് മാത്രമേ ഉള്ളൂ ലിറിക്സ്. അപ്പൊ ഇങ്ങനെ അങ്ങനെ എന്തോ ഒരു ദൈവത്തിന് ഇതുപോലെ എനിക്ക് ഒരു കോൾ വന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ അൻവറൊക്കെ ചോദിച്ചു, എടാ ഒരു പാട്ട് പാടാണ്. ഞാൻ പാടാലോ, അത് ഹൈദരാബാദ് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞു. ഹൈദരാബാദോ, അതെന്താന്ന് ചോദിച്ചു. ഒരു പടത്തിൻ്റെയാണ്, ഒരു ഇട്ടാൻ പോകുന്നൊരു പടത്തിന്. ഞാൻ പറഞ്ഞു ചേട്ടാ ആ സമയത്ത് ഒരു 2 പ്രോഗ്രാം ആ കറക്റ്റ് പുള്ളി ചോദിച്ച വർഷങ്ങൾക്ക് ശേഷം. കാരണം പൈസ ഒരു പ്രശ്നമാണ്, എങ്കിലും നമുക്ക് മൈക്കുമായിട്ടുള്ള ടച്ച് പോയി. കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഓഡിയൻസിന്റെ ഒക്കെ ആ ഒരു കയ്യടിയും കൂക്ക് അതൊക്കെ കേൾക്കാനുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല, എനിക്ക് 2 പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അത് കളഞ്ഞിട്ട് ഞാൻ വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിൽ എടാ ഇതൊരു പടമല്ലേ. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഫോൺ വെക്കാൻ പോകലും ഞാൻ ചോദിച്ചു എനിക്ക് ഏതാ പടം എന്ന് ചോദിച്ചു. എടാ KGF എന്ന് പറഞ്ഞ പടം 1 വന്നു, 2 അപ്പോഴേക്കും എൻ്റെ കിളി പോയി. ദൈവമേ, അപ്പോഴേ ഞാൻ ശരിക്കാ ഞാൻ വന്നു. ഞാൻ എത്തി. പിന്നെ അവിടുന്ന് കമ്പനിയിൽ നിന്ന് ആള് വിളിക്കുന്നു, ഹൊമ്പാളെ കമ്പനി. അപ്പൊ അങ്ങനെ ഡയറക്റ്റായിട്ട് അവർ വിളിച്ചു. ഫ്ലൈറ്റ് ഞങ്ങൾ മംഗലാപുരത്താണ് ഷൂട്ട്, അതിൻ്റെ റെക്കോർഡിങ്. രവി ബസരൂർ എന്ന് പറഞ്ഞ സാറാണ് അതിൻ്റെ പുള്ളിയുടെ വീട്ടിലാണ് റെക്കോർഡിങ്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട്